ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിന്റെ ഒട്ടനെ തന്നെ കാണിക്കാമെന്ന നല്ലൊരു തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണെന്ന് പറയാൻ പോകുന്നത്. കോടതിയിൽ നമ്മുടെ വേദയുടെ തകർപ്പൻ വാദങ്ങൾക്കൊടുവിൽ വിശ്വത്തിനെതിരെ നടന്നത് പണം മോഷ്ടിക്കാനുള്ള ശ്രമമല്ല, മറിച്ച് കെണിയാണെന്ന് തെളിയുകയാണ്. ശ്രീകാന്തിന്റെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടതോടെ വിശ്വത്തിന് ജാമ്യവും ലഭിക്കുന്നു. അത് വിക്രമിനും കുടുംബത്തിനും സന്തോഷമേകുന്നു. പിന്നീട് ശ്രീകാന്തിനെ എല്ലാം പൊളിച്ചടുക്കുന്നുണ്ട് വേദ. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്കും ഹൈപ്പും നൽകാൻ ശ്രമിക്കണേ. അങ്ങനെ കോടതിയിൽ വിശ്വത്തിന് വേണ്ടി വേദ വാദിക്കാൻ വന്നത് കണ്ട് വിക്രമിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇവൾ ഇന്ന് തന്നെ കേസ് ജയിപ്പിക്കും എന്നൊരു ഫീലായിരുന്നു വിക്രമിന്. വിക്രം വേദയെ നോക്കി ഒരു തംസപ്പ് ഒക്കെ കൊടുത്തു. അവൾ അത് കണ്ട് ചിരിച്ചുകൊണ്ട് വാദം തുടങ്ങാൻ തയ്യാറെടുത്തു. എന്നാൽ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ദർശൻ വിശ്വത്തിനെതിരെ കേസ് വാദിക്കുന്ന വക്കീലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. വിശ്വത്തിനെതിരെ താൻ ചെയ്ത കള്ളക്കളികളെല്ലാം വേദ പൊളിച്ചെടുക്കുമോ എന്നാണ് ശ്രീകാന്തിന്റെ പേടി. വിശ്വത്തിന്റെ കൂട്ടുകാരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ വേദയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. ശ്രീകാന്തിന്റെ ഈ ടെൻഷനെല്ലാം കണ്ടിട്ട് അടുത്തിരിക്കുന്ന മാനേജർ പതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറ് കൂളായിട്ടിരിക്കുക, എല്ലാ തെളിവുകളും വിശ്വത്തിനെതിരെയല്ലേ. സാറിന്റെ അനിയത്തി വിചാരിച്ചാലൊന്നും ആ വിശ്വത്തിനെ വെളിയിൽ കൊണ്ടുവരാനോ നിഷ്കളങ്കനാണെന്ന് തെളിയിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ദർശനാണല്ലോ. അതുകൊണ്ട് സാറ് ധൈര്യമായിട്ടിരിക്കുക. മാനേജറുടെ വാക്കുകളെല്ലാം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനൊരു ആശ്വാസം തോന്നുകയാണ്. അയാൾ ശ്വാസം വിട്ട് ഓക്കെ എന്ന് മനസ്സിൽ പറഞ്ഞു. തുടർന്ന് ഇനി വേദ എന്താണ് പറയാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. എന്നെ വേദ വിസ്താരം തുടങ്ങുകയാണ്. വിശ്വത്തിനോടായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? കമ്പനിയിൽ നിന്ന് ബാങ്കിലടയ്ക്കാൻ കയ്യിൽ തന്ന ആ കാശിനുള്ള ബാഗുമായി പോകുമ്പോൾ ആരെങ്കിലുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് പോവുകയോ ചെയ്തിരുന്നു? ഇത് കേട്ടതും വിശ്വൻ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഓട്ടോയിലാണ് പോയത്. ബാങ്ക് എത്താറായപ്പോൾ പുറത്തൊരാൾ വയ്യാതെ കിടക്കുന്നത് കണ്ടു. അയാളെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഞാൻ ബാഗ് ഓട്ടോയിൽ തന്നെ വെച്ചിരുന്നു. അതിലപ്പുറം എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് കേട്ടപ്പോൾ വേദ ജഡ്ജിയോട് പറയുന്നു, സർ, എനിക്ക് ഈ കേസിലെ പ്രതിയുടെ കമ്പനി മാനേജറെ ഒന്ന് ചോദ്യം ചെയ്യണം. ജഡ്ജി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനെ ഒന്ന് നോക്കിയിട്ട് മാനേജർ കൂളായിട്ട് കോടതിയുടെ പോഡിയത്തിൽ വന്ന് നിന്നു. അപ്പോൾ തന്നെ വേദ ചോദ്യം തുടങ്ങി, നിങ്ങളല്ലേ വിശ്വത്തിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ കൊടുത്തയച്ചത്? മാനേജർ ഉടൻ മറുപടി പറഞ്ഞു, അതെ, ഞാനാണ് കൊടുത്തത്. വിശ്വത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയാ 10 ലക്ഷം രൂപ എണ്ണി ആ ബാഗിലിട്ട് അവരെ വിട്ടത്. അപ്പോൾ വേദ തിരിഞ്ഞ് വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട്, മാനേജർ പറയുന്നത് ശരിയാണോ? വിശ്വം തലയാട്ടി, അതെ, ഒറിജിനൽ നോട്ട് തന്നെയായിരുന്നു വെച്ച് തന്നത്. അതോടെ വേദ മാനേജറോട് പറഞ്ഞു, ശരി, താങ്കൾക്ക് പോകാം. മാനേജർ തിരിച്ചു പോകുമ്പോൾ ശ്രീകാന്ത് ഒരു ദുരൂഹമായി ചിരിച്ചിരിക്കുന്നുണ്ട്. ആഹാ, അപ്പൊ കളി ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന ചിന്തയിലായിരുന്നു ശ്രീകാന്ത് ചിരിച്ചത്. ഇതെല്ലാം സുധാകരൻ മാഷും വേദയുടെ അനിയത്തിയും വിക്രവും കണ്ണു ചിമ്മാതെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സംശയം. ശേഷം അപ്പോൾ തന്നെ വേദ ജഡ്ജിയോട് പറഞ്ഞു, സർ, ഈ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് വരാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു തെളിവ് ഹാജരാക്കാനും ചില കാര്യങ്ങൾ പറയാനുമായി ഒരാളെ എനിക്കൊന്ന് ക്ലോസ് ചെയ്യണം. വിളിച്ചോളാൻ തന്നെ പറയുന്നുണ്ട് ജഡ്ജി. തുടർന്ന് വേദ ആരോ ഒരാളെ വിളിച്ചു. അയാൾ അകത്തേക്ക് വന്നപ്പോൾ ശ്രീകാന്തും മാനേജറും വിശ്വവും ഒക്കെ ഒരുപോലെ ഞെട്ടിത്തരികയാണ്. അവരുടെ കണ്ണ് തള്ളിപ്പോയെന്ന് വേണം പറയാൻ. വേദ എന്നിട്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ തന്റെ പേര് പറഞ്ഞു. അപ്പോൾ വേദ വിശ്വത്തിനോട് ചോദിച്ചു, ഇയാളെ നിങ്ങൾക്ക് അറിയാമോ? ആരാണ് ഇദ്ദേഹം? വിശ്വം പറയുന്നുണ്ടായിരുന്നു, ഇയാളെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ഞാൻ പണവുമായി പോയ ദിവസം വയ്യാതെ കിടന്നത് ഇയാളായിരുന്നു. ഇത് കേട്ട വേദയാണെങ്കിൽ ആ സാക്ഷിയോട് ചോദിച്ചു, വിശ്വം പറഞ്ഞത് സത്യമാണോ എന്ന്. അതേന്ന് തന്നെയാണ് അയാളുടെ മറുപടി. അപ്പോൾ വേദ ഒന്ന് ചിരിച്ചുകൊണ്ട് ജഡ്ജിയോട് പറയുകയാണ്, സർ, ഇയാളും വിശ്വവും തമ്മിൽ എന്താ ബന്ധമെന്ന് ഈ CD കണ്ടാൽ മനസ്സിലാകും. ഈ കേസിൽ ഇയാൾക്ക് എന്താ പണിയെന്ന് ഇതിലുണ്ട്. ഇത് ചെക്ക് ചെയ്യണം. കോടതിയിൽ സ്ഥാപിച്ചിരുന്ന വലിയ സ്ക്രീനിൽ ആ CCTV ദൃശ്യങ്ങൾ ഓൺ ചെയ്തു. അതിലെല്ലാം ഉണ്ടായിരുന്നു വിശ്വവും ആ സാക്ഷിയും തമ്മിൽ സംസാരിക്കുന്നതും വിശ്വം അയാളെ കെട്ടിപ്പിടിക്കുന്നതും വിശ്വത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ ബാഗ് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് അവിടെ വയ്ക്കുന്നതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു. ഇത് കണ്ട് വിശ്വമൊക്കെ ശരിക്കും അമ്പരന്ന് പോയി. ശ്രീകാന്താണെങ്കിലും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ശരിക്കും കിടുങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് കലിപ്പിൽ തന്നെ വേദയെ നോക്കുന്നുണ്ട്. ക്രമനും സുധാകരൻ മാഷിനുമാണെങ്കിലും അമ്പരപ്പ് തന്നെയായിരുന്നു. അങ്ങനെ വേദ ജഡ്ജിയോട് പറയുന്നുണ്ട്, സർ, ഇതിൽ നിന്നും എല്ലാം ക്ലിയർ ആണ്. പ്രതിയാണെന്ന് ആരോപിക്കുന്ന വിശ്വത്തിന്റെ കയ്യിലിരുന്ന ബാഗ് 2 പേർ ചേർന്ന് മാറ്റി മറ്റൊരു ബാഗ് അതേ രൂപത്തിലുള്ള ബാഗ് അവിടെ വെക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്നും മനസ്സിലാക്കാം വിശ്വം 10 ലക്ഷം രൂപ മോഷ്ടിച്ചില്ല എന്നും വിശ്വത്തെ ഈ കേസിൽ പ്രതിയാക്കാനായി ബാഗ് മാറ്റിയതാണ്. അതറിയാതെയാണ് വിശ്വം ബാഗിൽ കാശടയ്ക്കാനും പോയത്. അപ്പോഴാണ് ആ ബാഗിൽ കാശല്ല, വെറും വെള്ള കടലാസുകളാണെന്ന് അറിയുന്നത്. ആരാണോ ഇത് ചെയ്യിച്ചത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ CCTV ക്യാമറ അവരെ കയ്യോടെ പിടിക്കുമെന്ന്. അതൊരു ബ്ലണ്ടറായിപ്പോയി. ആർക്കും ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിശ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. വെറും ചതിയാണ് ഇവിടെ നടന്നത്. വിശ്വത്തിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു പരിപാടിയാണിത്. അതിൽ സംശയമില്ല. വേദയുടെ ഈ വാദമെല്ലാം കേട്ട് സുധാകരൻ മാഷിനും വിക്രമിനും ശ്രീജയ്ക്കും എല്ലാം ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവരുടെ മുഖമെല്ലാം തെളിഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ എതിർവക്കീലായ ദർശൻ ചാടി എഴുന്നേൽക്കുകയാണ്. വേദ,
വെറുതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ആരാണ് ആ ബാഗ് മാറ്റിയത്? ആ 10 ലക്ഷം രൂപ എവിടെ പോയി എന്ന് കൂടെ നിങ്ങൾ പറയണം. വെറുതെ ഈ CCTV വിഷ്വൽ കാണിച്ചതുകൊണ്ട് മാത്രം വിശ്വം കുറ്റക്കാരനല്ല എന്ന് പറയാൻ പറ്റില്ല. ആ പൈസയ്ക്ക് ഉത്തരവാദി അവനാണ്. മാനേജർ കൊടുത്ത കാശ് സുരക്ഷിതമായി ബാങ്കിൽ അടക്കുക എന്നത് വിശ്വത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ടേ ഈ തെളിവുകളൊന്നും മതിയാവില്ല. വിശ്വത്തിന് വീണ്ടും ടെൻഷനാവാൻ തുടങ്ങി. തലകുനിച്ച് നിൽക്കുന്നുണ്ട് വിശ്വം. അപ്പൊ അത് മനസ്സിലാക്കുന്ന വേദയാണെങ്കിൽ വിശ്വത്തിനോട് പറയുന്നുണ്ട്, കൂളായിട്ടിരിക്കും വിശ്വേട്ടാ, ഈ ചോദ്യം ദർശൻ ചോദിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ആര് വിശ്വത്തെ ചതിച്ചു, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നെല്ലാം ഞാൻ ഇപ്പോൾ ഇവിടെ തെളിയിക്കും. ശ്രീകാന്തിനൊക്കെ ആണെങ്കിലും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്, പരിഭ്രമിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേദ ജഡ്ജിയോട് പറഞ്ഞു, സാർ അവരും കൂടെ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ അകത്തേക്ക് ആ 2 പേര് കടന്നു വന്നു. വർക്ക്ഷോപ്പിലെ ഔസേപ്പേട്ടനും രാജേട്ടനും CCTVയിൽ കണ്ട അതേ ആളുകൾ അവരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ജഡ്ജിയുടെ മുന്നിലാണ്. ഈ കാഴ്ച കണ്ടതോടെ വിശ്വവും മാനേജറും ഒരുപോലെ അന്താളിച്ചു പോയി. മാനേജറുടെ മുഖവും വിളറി വെളുത്തു. അങ്ങനെ വേദ ജഡ്ജിയോട് തിരിഞ്ഞു പറഞ്ഞു, സാർ ദേ ഇവരാണ് എന്റെ കക്ഷിയായ വിശ്വത്തിന്റെ കയ്യിൽ നിന്ന് ആ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബാഗ് കടത്തിയത്. ഇവരെന്തിനാണ് ഇത് ചെയ്തതെന്നും പൈസ ഇപ്പോൾ എവിടെയുണ്ടെന്നും ആരാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നുമെല്ലാം ഇവര് തന്നെ പറയും സർ. എന്നിട്ട് വേദ ആ 2 പേരോട് തിരിഞ്ഞു നിന്നു. ശബ്ദം കടുപ്പിച്ച്, ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട, എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞേ പറ്റൂ. വിശ്വത്തിന്റെ ആ 10 ലക്ഷം രൂപയുടെ ബാഗ് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കളിക്ക് പോയത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ 2 പേരും ഒരക്ഷരം മിണ്ടാതെ തലകുനിച്ചാണ് നിൽക്കുന്നത്. ശ്രീകാന്തിനെ നോക്കിയപ്പോൾ അവനാകെ വിയർത്ത് പേടിച്ചു വിറച്ച് നിൽക്കുകയായിരുന്നു. സംഗതി കൈവിട്ടുപോയെന്ന് ശ്രീകാന്തിന് തന്നെ മനസ്സിലായി. ഔസേപ്പും രാജനും തലകുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ വേദ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ 10 ലക്ഷം രൂപ നിങ്ങൾ കോടതിയിൽ തന്നെ അടക്കേണ്ടി വരും. ആരാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ആ തുക നിങ്ങളുടെ തലയിലാകും. അതുകൊണ്ട് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൂടെ കേട്ടപ്പോഴത്തേക്കും അവർ 2 പേരും പേടിച്ചു വിറച്ച്, സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതാണെന്നും ഈ വിശ്വത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും അവർ പറയുകയാണ്. എന്ന് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇയാൾ ജോലി ചെയ്യുന്ന ആ കമ്പനിയുടെ ഓണർ പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തതെന്ന്. ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളോട് ഈ നിൽക്കുന്ന വിശ്വത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞത് ആ ബാഗ് മാറ്റി വെക്കണമെന്നും അവർ തന്ന ബാഗ് അവിടെ വെക്കുമെന്നുമാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം അനുസരിച്ചു, അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതെല്ലാം അറിയുന്നതും വേദ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് ആകെ അമ്പരന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സുധാകരൻ മാഷാണെങ്കിലും ദേഷ്യം കടിച്ചമർത്തി ശ്രീകാന്തിനെ തുറച്ചു നോക്കി. എല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ വിശ്വവും നിൽക്കുന്നുണ്ട്. ദർശനാണെങ്കിലും ആകെ പെട്ടുപോയെന്ന് വേണം പറയാൻ. വേദയുടെ ഈ വാദം കേട്ട് എന്ത് പറയണമെന്നറിയാതെ വാ അടഞ്ഞുപോയി. അവസാനം ഇതെല്ലാം കേട്ട ജഡ്ജി വിധി പറഞ്ഞു. പോലീസ് കണ്ടെത്തിയ തെളിവുകളെല്ലാം സത്യമല്ലെന്നും ഈ കേസിൽ വിശ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ കേസിലെ പ്രതിയായ വിശ്വത്തിന് കോടതി ജാമ്യം അനുവദിച്ചു നൽകുന്നു. ആ വിധി അങ്ങോട്ട് വന്നതും ശ്രീജയ്ക്കൊക്കെ തന്റെ സന്തോഷം അടക്കാനാവുന്നില്ല. അവൾ ആവേശത്തോടെ ചെന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിച്ചു. വിക്രമിനും സുധാകരൻ മാഷിനും സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞു. അപ്പോൾ വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. വിക്രമാണെങ്കിലും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ വേദയെ നോക്കി നിന്നു. എന്നാൽ ശ്രീകാന്ത് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ഇറങ്ങിപ്പോക്കാണ്. ഇതുകൊണ്ടൊന്നും കളി തീർന്നിട്ടില്ല എന്നൊരു ഭാവം ഉണ്ടായിരുന്നു ശ്രീകാന്തിന്. വിശ്വം വേദയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, വേദയാണ് എന്നെ രക്ഷിച്ചത്, ദൈവത്തെ പോലെ എന്നെ കാത്തത് വേദയാണെന്ന്. ശ്രീജയും സന്തോഷത്തോടു കൂടി, കണ്ടില്ലേ, വേദ പറഞ്ഞതുപോലെ തന്നെ വിശ്വേട്ടന്റെ ജാമ്യം കിട്ടി, ഇദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് മനസ്സിലായി. സുധാകരൻ മാഷും വേദയോടുള്ള നന്ദിയോടെ വികാരാധീനായിട്ട് പറയുന്നുണ്ട്, വേദ നീ ഉയരങ്ങളിലെത്തും, എന്റെ മോനെ രക്ഷിച്ചത് നീയാണ്, ഞാനത് ഒരിക്കലും മറക്കില്ല. ഇതെല്ലാം കണ്ടപ്പോ വിക്രമിനും ഫുൾ സന്തോഷം. അവൻ കണ്ണെടുക്കാതെ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട വേദ ഒന്ന് ചിരിച്ചുകൊണ്ട് വിക്രമിനോട് കളിയാക്കി ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇപ്പൊ വിക്രം ഒരു സങ്കടഭാവമൊക്കെ വരുത്തി വേദയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സ്വന്തം ചേട്ടനെതിരെയാണ് നീ വാദിച്ചത്, എനിക്കതിൽ ഒരു വിഷമവും തോന്നില്ല വേദ. വേദ ഗൗരവത്തോടെ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്, എന്തിന്? തെറ്റിയത് ആരായാലും കോടതിക്കുള്ളിൽ അവർ തെറ്റുകാർ തന്നെയാണ്. അത് ചേട്ടനായാലും അച്ഛനായാലും അല്ലെങ്കിൽ നിങ്ങളായാലും. ഇതങ്ങനെ പറഞ്ഞത് കേട്ട് വിക്രം അവളെ കൂടുതൽ സ്നേഹത്തോടെയും അഭിമാനത്തോടെയൊക്കെ നോക്കി നിന്നു. അപ്പൊ ദർശൻ വേദയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ദർശനും അഭിമാനത്തോടെ തന്നെ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇന്ന് ആദ്യമായിട്ടാണ് കോടതിയിൽ വെച്ച് ഞാനൊന്ന് തോറ്റത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞാൻ വാദിക്കുന്നതെല്ലാം സത്യമാണ് എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ എന്നെ തോൽപ്പിച്ചു വേദ. ദർശന്റെ വാക്കുകൾ കേട്ട് വേദ ദർശനോട് ചിരിച്ചുകൊണ്ട് പറയാണ്, ദർശൻ എനിക്കറിയാമായിരുന്നു എൻ്റെ ഏട്ടനാണ് നിന്നെ ഈ കേസ് ഏൽപ്പിച്ചതെന്നും വിശ്വം തെറ്റുകാരനല്ലെന്ന് നിനക്ക് അറിയാമായിരുന്നെന്നും എനിക്ക്
നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ വാദിക്കുമ്പോൾ നീ വല്ലാണ്ട് തടസ്സം പറയാതെ ഒരല്പം ശാന്തനായി നിന്നത്. അതെനിക്ക് മനസ്സിലായി. ദർശനം അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വിക്രമിനെയും തുറച്ചു നോക്കിയിട്ട് കലിപ്പിൽ എന്തോ പറയാൻ തുടങ്ങി. ശ്രീകാന്തിന്റെ ആ ദേഷ്യം കണ്ടിട്ട് വേദയ്ക്ക് ചിരിയാണ് വരുന്നത്. വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഏട്ടൻ കരുതിയില്ലാലേ ഇത്രയ്ക്കും വലിയ തെളിവുകൾ ഞാൻ വിശ്വേട്ടനെതിരെ കൊണ്ടുവരുമെന്ന്. ഏട്ടൻ ഏർപ്പാടാക്കിയ ആളുകളെ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഏട്ടന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരാണല്ലോ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏട്ടന്റെ പ്ലാൻ ആണെന്ന്. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് ദേഷ്യം കൊണ്ട് വിറച്ച്, നീ ആരെയാടി തോൽപ്പിക്കുന്നത്? എന്നെയാണോ അതോ നമ്മുടെ അച്ഛനെയാണോ? ഇവനും ഇവന്റെ വീട്ടുകാർക്കും വേണ്ടി നീ എന്നെ ജയിലിൽ അടയ്ക്കാനാണോ നോക്കുന്നത്? ഈ ഏട്ടൻ നിനക്കപ്പോൾ ആരുമല്ലേ? ഇത് കേട്ട് വേദയും തിരിച്ച് ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഏട്ടൻ ചതിച്ചത് വിക്രമനെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനാണ്. ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് ഏതായാലും പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഏട്ടൻ ചെയ്തതിന് ശിക്ഷ ഞാൻ വാങ്ങി തന്നിരിക്കും. ഇനി ഒരൊറ്റ തവണ കൂടി വിക്രത്തിന്റെയോ ഈ കുടുംബത്തിന്റെയോ നേർക്ക് പ്രശ്നങ്ങളുമായിട്ട് വന്നേക്കരുത്. അങ്ങനെ വന്നാൽ ഈ വേദ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ഏട്ടനാണെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറക്കും. വിക്രത്തിനെയും എന്നെയും പിരിക്കാമെന്നുള്ള മോഹം നടക്കില്ല. ഏട്ടൻ തോറ്റുപോകത്തേ ഉള്ളൂ. വിക്രമിനും ആ വീട്ടിലുള്ളവർക്കും വേണ്ടി നീതി ഉറപ്പാക്കാൻ ഞാൻ എവിടം വരെയും പോകും. ഇങ്ങനെ നല്ല ചുട്ട മറുപടി കൊടുത്ത് വിക്രത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ് വേദ. വേദയുടെ ഈ ധൈര്യം എല്ലാം കണ്ടിട്ട് വിക്രമിന് പോലും വേദയോട് ഒരു ചെറിയ ആരാധന തോന്നി പോവുകയാണ്. അങ്ങനെ വിക്രമിന്റെ വണ്ടിയിൽ കയറാൻ തുടങ്ങുന്ന നേരത്ത് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഇത് കേട്ട വേദ ചിരിച്ചുകൊണ്ട് വിക്രത്തിനെ നോക്കി. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അത് പിന്നെ നിന്റെ സ്വന്തം ഏട്ടനെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? നിന്നെ എനിക്ക് വെറുക്കാൻ പറ്റുമോ വേദ? ഇഷ്ടമാണ്, മനസ്സ് നിറയെ ഇഷ്ടമാണ്. അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഏതൊക്കെയാണെങ്കിലും ആ വാക്കുകൾ കേട്ടപ്പോൾ പരമസന്തോഷം. തുടർന്ന് വിക്രം വേദയ്ക്ക് നല്ല കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ വേഷത്തിൽ നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടെന്നും നിന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കോടതിയിൽ വാദിക്കുന്നത് കാണാനെന്നും. അപ്പോൾ വേദ പറഞ്ഞു, അതെ വിക്രം, പക്ഷേ എൻ്റെ ഏട്ടനെതിരെ ആയിരിക്കും ഞാൻ കോടതിയിൽ വാദിക്കുന്നതെന്ന് അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ഇത് കേട്ട് വിക്രമും വേദയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, നിന്നെ എനിക്ക് എപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യമുള്ള ഒരു സിംഹക്കുട്ടിയെ പോലെ കാണാനാണ് ഇഷ്ടമെന്ന്.